ഏറ്റവും പ്രിയമുള്ളവരെ, സഭ ഇന്ന് സഭയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും കണ്ണായ ദിവസത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. മലയാളത്തിൽ നമ്മളതിനെ ദുഃഖ വെള്ളിയാഴ്ച എന്ന് വിശേഷിപ്പിക്കുമ്പോഴും ഇംഗ്ലീഷിൽ നമ്മളതിനെ വിളിക്കുന്നത് ഗുഡ് ഫ്രൈഡേ എന്നാണ്. സത്യത്തിൽ അതല്ലേ കുറേ കൂടെ സത്യം. അതൊരു ഗുഡ് ഫ്രൈഡേ ആണ്. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി തന്നെ തന്നെ സമർപ്പിച്ച് എനിക്ക് ജീവൻ നൽകിയ ദിവസമാണ് ഈ ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നത്. ഈ മഹനീയ ദിവസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ എല്ലാവർക്കും പ്രാർത്ഥനാപൂർവ്വം നേരുകയാണ്. അനേക ചിന്തകൾ ഈ ദിവസം നമുക്ക് വരും. എങ്കിലും നമുക്ക് ഒറ്റ ചിന്തയിലേക്ക് നമ്മുടെ ചിന്തകളെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുവാനായിട്ട് പരിശ്രമിച്ച് നോക്കാം. കർത്താവിൻ്റെ കുരിശിലേക്ക്. അതെ, ആ കർത്താവിൻ്റെ കുരിശിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ഇങ്ങനെയാണ്. കൊരിന്തോസ്യർക്കുള്ള ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 18-ഉം 23-ഉം വാക്കിൽ പറയുകയാണ്, യഹൂദന്മാർക്കതൊരു ഇടർച്ചയാണ്, പ്രജാതികൾക്കതൊരു ഉതപ്പാണ്, വിശ്വാസികൾക്ക് അത് രക്ഷയുടെ അടയാളമാണ്. ഇതെനിക്ക് രക്ഷയുടെ അടയാളമാണ് ഈ കുരിശ്. ഈ കുരിശിലേക്ക് നാം നോക്കണം. നമുക്കറിയാം, സംഖ്യയുടെ പുസ്തകത്തിനകത്ത് വലിയ ഒരു ബാധയുണ്ടായി ഇസ്രായേൽ ജനത്തിൽ. ദൈവത്തിനെതിരെ ദൈവത്തിൻ്റെ ജനത്തെ അഗ്നേയ സർപ്പത്തെ ഒഴിച്ച് ദൈവം നശിപ്പിച്ചു കളയും. 1000 10,000 ചത്തൊടുങ്ങിയപ്പോൾ അവർ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, നീ ഒരു പിതൃസർപ്പം ഉണ്ടാക്കി വെക്കുക, അതിനെ നോക്കുന്നവരെല്ലാവരും രക്ഷ പ്രാപിക്കും. അതേ, ജനസമൂഹത്തിന്റെ നടുവിൽ ഒരു പിതൃസർപ്പത്തെ ഉയർത്തി അതിനെ നോക്കിയവരൊക്കെ രക്ഷപ്പെട്ടു. ആ പിതൃസർപ്പം ഈ കുരിശിന്റെ മനോഹരമായ ഒരു ദൃഷ്ടാന്തമാണ്. കാൽവരിയിൽ നമുക്ക് വേണ്ടി ഉയരുന്ന ഒരു കുരിശ്. അത് ഈ അൾത്താരയുടെ മനോഹരമായ അടയാളമാണ്. പ്രിയ സഹോദരങ്ങളെയും, അവിടെ ഒരു ബലി അർപ്പിക്കാൻ പോകുന്നു. ഈ അൾത്താരയിലും നടക്കുന്നത് അതേ ബലി തന്നെയാണ്. ആ കുരിശിലെ ബലി. അതെ, ഇത് നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ തരുന്നു തിരിച്ചറിയുവാൻ പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. ഒന്നാമതായിട്ട് ഇത് ദൈവസ്നേഹത്തിൻ്റെ അടയാളമാണ്. ആ കുരിശിലേക്ക് നമ്മൾ നോക്കാമെങ്കിൽ ആ കുരിശിൽ 2 കമ്പുകളുണ്ട്. ഒന്നൊരു വെർട്ടിക്കൽ, രണ്ടൊരു ഹൊറിസോണ്ടൽ. 2 കമ്പുകൾ, ഒന്ന് ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്കും, ഒന്ന് ഭൂമിക്ക് കുറുകയും 2 കമ്പുകൾ കാണാൻ സാധിക്കും. അങ്ങനെയാണ് കുരിശുണ്ടാക്കപ്പെടുന്നത്. നമ്മുടെ കൈകളൊന്ന് വിടർത്തി നിൽക്കാമെങ്കിൽ നാമും ഈ കുരിശിന്റെ രീതിയിൽ തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് നമുക്കൊരു ബന്ധമുണ്ട്. ദൈവത്തിന് മനുഷ്യനോടും മനുഷ്യന് ദൈവത്തോടുമുള്ള ബന്ധത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. യോഹന്നാൻ പറയും, തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. എത്രമാത്രം? അതെ, ഇത്രമാത്രം നമുക്ക് അവർണ്ണനീയമായ ഒരു സ്നേഹമാണ് ദൈവത്തിന്റെ സ്നേഹം. ആ സ്നേഹത്തിന്റെ മനോഹര രൂപം നമുക്ക് കാണാൻ കഴിയുന്നത് കാൽവരി കുരിശിലാണ്. ലോകത്തിൽ സാധാരണ നമ്മൾ പറയാറുള്ളത് ഒരു അമ്മയുടെ സ്നേഹമാണ് ഏറ്റവും വലിയ സ്നേഹം. അമ്മ ഉദരത്തിലൊരു ശിശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ അമ്മയുടെ ജീവിതം മുഴുവൻ കറങ്ങുന്നത് ആ കുഞ്ഞിലാണ്. 10 മാസക്കാലത്തോളം ഈ അമ്മ ഈ കുഞ്ഞിനെയും കൊണ്ട് നടക്കുകയാണ്. എവിടെ പോയാലും ഈ കുഞ്ഞിനെ കൊണ്ട് നടക്കുന്നു. ഈ കുഞ്ഞിന്റെ സുരക്ഷിതത്വമാണ് അമ്മയുടെ ഏറ്റവും വലിയ കാര്യം. അമ്മയുടെ എല്ലാ സുഖങ്ങളും മറക്കുന്നു, അമ്മയുടെ എല്ലാ സന്തോഷങ്ങളും മറക്കുന്നു, സൗകര്യങ്ങളും മറക്കുന്നു. അമ്മ ഈ കുഞ്ഞിനെ മാത്രം കേന്ദ്രീകരിച്ച് ജീവിക്കുകയാണ്. ഷീ ഈസ് ദ സെന്റർ ഓഫ് ഹെർ ലൈഫ്. അങ്ങനെ ജീവിതത്തിലേക്ക് വരികയാണ്. പ്രസവിച്ചു കഴിഞ്ഞാലോ ഈ കുഞ്ഞിനെ ചുറ്റിപ്പറ്റിയാണ് അമ്മയുടെ ജീവിതം മുഴുവനും. ആ കുഞ്ഞിൻ്റെ സന്തോഷം, ആ കുഞ്ഞിൻ്റെ സംതൃപ്തി, ആ കുഞ്ഞിൻ്റെ ആരോഗ്യം, കുഞ്ഞിൻ്റെ അനുഗ്രഹം. അതേ പ്രിയ സഹോദരങ്ങളെ, ഇതുപോലെയാണ് ക്രിസ്ത്യാനിയും. അവൻ ആ കുരിശിലേക്ക് നോക്കണം. ആ കുരിശിനെ ചുറ്റിപ്പറ്റി അവൻ നിൽക്കാൻ സാധിക്കണം. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മനോഹരമായ അടയാളം നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിന് ഒരു മനുഷ്യനോട് എത്രമാത്രം സ്നേഹമുണ്ട്, ഈ ലോകത്തോട് എത്രമാത്രം സ്നേഹമുണ്ട്. ആ കാൽവരിയിലേക്ക് നോക്കുന്നതിൻ്റെ ഏകജാതനെ അത്രമാത്രം വലിയ പീഡയ്ക്ക് നൽകുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സ്നേഹിച്ചു എന്നാണ്. അപാരമായ ഒരു സ്നേഹമാണത്, അളവില്ലാത്തൊരു സ്നേഹമാണത്, വിവരിക്കാനൊക്കാത്തൊരു സ്നേഹമാണ്. യാതൊരു വിധമായ കണ്ടീഷൻ, കലവറയില്ലാത്തൊരു സ്നേഹമാണ്. പ്രിയ സഹോദരങ്ങളെയും, ദൈവം തന്നെ മുഴുവനായി പുത്രനെ വിട്ടുകൊടുക്കുകയാണ്. തല്ലിച്ചതയ്ക്കപ്പെടുവാന്, പരിഹസിക്കപ്പെടുവാന്, നിന്ദിക്കപ്പെടുവാന്, അവഹേളിക്കപ്പെടുവാന്, എനിക്ക് വേണ്ടി അവൻ എന്തെല്ലാം സഹിച്ചു. പാടുപിടുകൾ സഹിച്ചു, ഉടുതുണി ഉരിയപ്പെട്ടു, കന്നത്തടിക്കപ്പെട്ടു, മുഖത്ത് തുപ്പപ്പെട്ടു, തലയിൽ മുൾക്കിലൂടെ അടിക്കപ്പെട്ടു, ശരീരം മുഴുവൻ മുറിക്കപ്പെട്ടു, കൈകാലുകൾ കാരന്മാൾ തറയ്ക്കപ്പെട്ടു. സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ 3 ആണികളിൽ തൂങ്ങി പിടഞ്ഞു കിടക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മനോഹരമായ അടയാളമാണ്. ആ ദൈവം പറയുന്നുണ്ട്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവീൻ. ആ കുരിശ് പരസ്പര സ്നേഹത്തിൻ്റെ അടയാളം കൂടിയാണ്. ദൈവത്തിനുള്ള സ്നേഹത്തിനെ പോലെ തന്നെ നമുക്ക് പരസ്പരമുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണ്. ഈ ഒരു സ്നേഹത്തിലൂടെ മാത്രമേ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ. അതാണ് യോഹന്നാൻ ചോദിക്കുന്നത്, കാണപ്പെടുന്ന ദൈവത്തെ
കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കുന്നേ? കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിച്ചുകൊണ്ട് മാത്രമേ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കത്തുള്ളൂ. മനുഷ്യന്റെ സ്നേഹത്തിന്റെ പര്യായം കർത്താവിന്റെ കുരിശിൽ കണ്ടെത്തുമ്പോൾ മാത്രമേ നമുക്ക് പരസ്പരം സ്നേഹിക്കാൻ സാധിക്കത്തുള്ളൂ. ജാതിയില്ലാതെ, മതമില്ലാതെ, വർഗമില്ലാതെ, ഒരു ബന്ധ സ്വന്തമില്ലാതെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കും. കാൽവരി കുരിയിലേക്ക് നോക്കാം. ആ കുരിശിനെ ഒന്ന് കെട്ടിപ്പിടിക്കുക, ആ കുരിശിനെ ഒന്ന് ആശ്രയിക്കുക, ആ കുരിശിനെ ഒന്ന് ചുംബിക്കുക, ആ കുരിശൊന്ന് സ്വന്തമാക്കുക. കർത്താവ് പറഞ്ഞു, എൻ്റെ പിന്നാലെ വരുവാൻ കുരിശ് എടുത്തുകൊണ്ട് വരട്ടെ. ആ കുരിശ് വഹിച്ചുകൊണ്ട് പോകുവാൻ നമുക്ക് സാധിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ. അങ്ങനെ സ്നേഹത്തിന്റെ ഉപകരണങ്ങളായി തീരുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കട്ടെ. രണ്ടാമതായിട്ട്, ഇത് രക്ഷയുടെ അടയാളമാണ്. ലോകത്തിൽ എന്തോരം മാർഗങ്ങളുണ്ടായിരുന്നു ദൈവത്തിന് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി. മനുഷ്യൻ ചെയ്ത പാപം ആദം മുതൽ ഇന്നോളമുള്ള സർവ്വ മനുഷ്യന്റെയും പാപത്തിന് പരിഹാരം ചെയ്യണം. പരിഹാരം ചെയ്യപ്പെടാത്ത ഒരു പാപവും ക്ഷമിക്കപ്പെടത്തില്ല. മനുഷ്യന്റെ പാപം ദൈവത്തോടാണ്. ഈ പാപം പരിഹരിക്കണമെങ്കിൽ ദൈവതുല്യനായ ഒരാൾക്ക് മാത്രമേ പാപത്തിന് പരിഹാരം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. മനുഷ്യന് ദൈവത്തിന്റെ പാപത്തിന് പരിഹാരം ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എന്തിനു വേണ്ടി? മനുഷ്യൻ ദൈവത്തോട് ചെയ്ത സർവ്വ പാപങ്ങൾക്കും പരിഹാരം ചെയ്യുവാനായിട്ട്. അവൻ പാടുപെടുകൾ സഹിച്ചത് എനിക്ക് വേണ്ടി. ഐസ്യ പ്രവാചകൻ ഏതാണ്ട് 10-14 അധ്യായങ്ങളിലൂടെ കർത്താവിന്റെ പീഡയെക്കുറിച്ച്, സഹനദാസിനെ കുറിച്ച് നമ്മുടെ മുമ്പിൽ പറയുന്നുണ്ട്. അവൻ സഹിച്ചു, നമുക്ക് വേണ്ടി സഹിച്ചു, പീഡ സഹിച്ചു നമുക്ക് വേണ്ടി. അവൻ കുരിശിൽ മരിച്ചു നമുക്ക് വേണ്ടി. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായി ഉണ്ടാകുവാനും. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ രക്ഷയുടെ അടയാളമാണ്. നമ്മൾ പാടാറില്ലയോ? രക്ഷ തന്നമർ സ്ലീബായി നമിച്ചിടുന്നു. അതെ, രക്ഷ തന്ന ഈ സ്ലീബായി നിരന്തരമായി നമിക്കുവാന്, നിരന്തരമായി സ്വീകരിക്കുവാന് എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. കുരിശിലല്ലാതെ രക്ഷയില്ല. ലോകത്തിൽ ആരിലും രക്ഷയില്ല. യേശുക്രിസ്തുവിൽ മാത്രമേ രക്ഷയുള്ളൂ. അവൻ മാത്രമേ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളൂ. അവൻ മാത്രമേ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തിട്ടുള്ളൂ. അവൻ മാത്രമേ പിതാവിന്റെ മുമ്പിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നുള്ളൂ. അവനെ അറിയാവുന്നതുപോലെ നമ്മെ ആർക്കും അറിയത്തില്ല. മനുഷ്യന്റെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം യേശുക്രിസ്തുവാണ്. കാരണം അവന് നിന്റെ ദുഃഖങ്ങൾ അറിയാം, നിന്റെ വേദനകൾ അറിയാം, നിന്റെ രോഗങ്ങൾ അറിയാം, നിന്റെ പ്രയാസങ്ങൾ അറിയാം, നിന്റെ പ്രശ്നങ്ങൾ അറിയാം. നീ അവഗണിക്കപ്പെട്ടവനാണോ? നീ അപമാനിക്കപ്പെട്ടവനാണോ? നീ നിന്ദിക്കപ്പെട്ടവനാണോ? നീ തള്ളിക്കളയപ്പെട്ടവനാണോ? ഇതെല്ലാം ക്രിസ്തുവിനറിയാം. കർത്താവിന് ജനനം മുതൽ മരണം വരെയുള്ള കാലയളവിൽ അവൻ ഇതെല്ലാം അനുഭവിച്ചിട്ടുണ്ട്. ഉടുതുണ്ണി വരെ അഴിക്കപ്പെട്ടവനാണ്. മനുഷ്യരുടെ മുമ്പിൽ അപമാനിക്കപ്പെട്ടവനാണ്. കാർക്കച്ചു തുപ്പപ്പെട്ടവനാണ്. അവനത് സന്തോഷത്തോടെ സ്വീകരിച്ചു. എന്തിനു വേണ്ടി? എനിക്ക് വേണ്ടി, എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാൻ വേണ്ടി. പ്രിയ സഹോദരങ്ങളെ, മൂന്നാമതായിട്ട്, ഇത് കർത്താവിൻ്റെ സഹനത്തിൻ്റെ ബലിപീഠമാണ്. ഈ ലോകത്തിൽ മനുഷ്യന് വേണ്ടാത്ത ഒന്നുണ്ടെങ്കിൽ സഹനം മാത്രമേ ഉള്ളൂ. സഹനം ഒഴിച്ച് ബാക്കി എല്ലാം മനുഷ്യൻ സ്വീകരിക്കും. നമ്മുടെ പ്രാർത്ഥനയുടെ മുഴുവൻ അകത്തുകൾ സഹനങ്ങൾ ഇല്ലാതാക്കണമെന്നാണ്. ദുഃഖങ്ങൾ മാറണമേ, വേദന മാറണമേ, രോഗം മാറണമേ, പ്രയാസങ്ങൾ മാറണമേ, കഷ്ടങ്ങൾ മാറണമേ, നഷ്ടങ്ങൾ മാറണമേ, ദാരിദ്ര്യം മാറണം. ഇതെല്ലാം നമ്മുടെ ആഗ്രഹങ്ങൾ. സഹനം ആർക്കും വേണ്ട, രോഗം ആർക്കും വേണ്ട. സുഖമായ ജീവിതം, സന്തോഷമായ ജീവിതം, സമാധാനപൂർണമായ ജീവിതം, എല്ലാം കുശൂശിയായി ജീവിക്കാമെങ്കിൽ സന്തോഷം. പക്ഷെ കർത്താവ് പറയുന്നത് അങ്ങനെയല്ല. സഹനത്തിലൂടെയാണ് രക്ഷ കൈവറ്റുന്നത്. സഹനത്തിലൂടെ കർത്താവ് ഈ വഴി തിരഞ്ഞെടുത്തു, കുരിശിന്റെ വഴി. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലെ അല്ല വിശ്വാസത്താൽ. വിശ്വാസത്തിലുള്ള യാത്രയാണ്. ഇതൊരു മോക്ഷയാത്രയാണ്. ഇത് കുരിശിന്റെ വഴിയാണ്. എൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്ന എല്ലാം ത്യജിച്ച് കുരിശും എടുത്ത് എൻ്റെ പിന്നാലെ വരണം. കുരിശ് താത്തു വെച്ച് വരാനല്ല. അനുദിനം ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു കുരിശുകൾ എന്തുമായിക്കൊള്ളട്ടെ, രോഗമായിക്കൊള്ളട്ടെ, മാരക പീഡകളായിക്കൊള്ളട്ടെ, അതെല്ലാം സഹിച്ചുകൊണ്ട്, സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോകുവാൻ നമുക്ക് സാധിക്കണം. ആ കുരിശിലേക്ക് നോക്കാമെങ്കിൽ ഏത് സഹനവും സന്തോഷമായിട്ട് മാറും. ഏത് സഹനവും ദൈവത്തിൻ്റെ കൃപയായിട്ട് മാറും. സഹനങ്ങളെ നമുക്ക് കൃപകളാക്കി തീർക്കുവാൻ സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്നാൽ മാത്രം മതി. അവസാനമായി ആ കുരിശിലേക്ക് നോക്ക്. ദൈവത്തിൻ്റെ ക്ഷമയുടെ അടയാളമാണ്. എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 70 പ്രാവശ്യം എന്ന് പറഞ്ഞു. പക്ഷേ അത് ജീവിതത്തിൽ വാക്കും പ്രവൃത്തിയും ഒന്നായി തീർന്ന ഒരു സ്ഥലമാണ് കുരിശ്. വാക്കും പ്രവൃത്തി ഒന്നായി തീർന്ന ഒരു സ്ഥലം. അവനെ തല്ലിച്ചതച്ചവർക്ക് വേണ്ടി, കുരിശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികാൽ ഇവരോട് ക്ഷമിക്കണമേ.
മനുഷ്യർക്ക് ലോകത്തിലെ ഏറ്റവും പ്രയാസമുള്ള കാര്യം ക്ഷമിക്കാനായിട്ടാണ്. എന്തുമാത്രം വെറുപ്പും വൈരാഗ്യവും വിദ്വേഷവും നമുക്കുണ്ട്. പലർക്കും മാതാപിതാക്കളോട് വെറുപ്പാണ്, പലർക്കും മക്കളോട് വെറുപ്പാണ്, മരുമക്കളോട് വെറുപ്പാണ്, അയൽക്കാരോട് വെറുപ്പാണ്, സ്വന്തം ബന്ധങ്ങളോട് വെറുപ്പാണ്, അധ്യാപകരോട് വെറുപ്പാണ്. അങ്ങനെ വെറുപ്പിന്റെ മാനദണ്ഡം കൂടുകയാണ്. ഇത് പിശാചിന്റെ വലിയ അടവാണ് പ്രിയ സഹോദരങ്ങളെ. അവൻ വെറുപ്പ് നുണയനാണവൻ, കള്ളനാണവൻ, കൊലപാതകിയാണവൻ. അവനെല്ലാവരെയും പരസ്പരം കലഹിപ്പിക്കുന്നവനാണ്, കലഹപ്രിയനാണ്. ഓർക്കണം, നമ്മൾ വെറുപ്പിലാണ് ജീവിക്കുന്നതെങ്കിൽ നാം പിശാചിന്റെ അടിമയാണ് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. കർത്താവ് പറഞ്ഞു 70 പ്രാവശ്യം ക്ഷമിക്കണം. എത്ര പ്രാവശ്യം സഹോദരൻ ഭർത്താവ് ക്ഷമിക്കാൻ പഠിക്കണം. അതാണ് കർത്താവ് പറയുന്ന ഉപമ. എത്ര പ്രാവശ്യം തെറ്റിയതാലും എന്ന് ചോദിച്ചാൽ ക്ഷമിക്കാൻ സാധിക്കണം. തള്ളിപ്പറഞ്ഞ പത്രോസിനോട് ദൈവം നിരുപാധികം ക്ഷമിക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. യൂദാസിനെ സ്നേഹിത എന്ന് വിളിക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയ സഹോദരങ്ങളെയും ആ കുരിശിലേക്ക് നമുക്ക് നോക്കാം. ആ കുരിശ് ദൈവസ്നേഹത്തിന്റെ അടയാളമാണ്, സഹോദര സ്നേഹത്തിന്റെ അടയാളമാണ്, ദൈവത്തിന്റെ രക്ഷയുടെ അടയാളമാണ്, ഇത് സഹനത്തിന്റെ അടയാളമാണ്, ഇത് ക്ഷമയുടെ അടയാളമാണ്. ആ കുരിശിന്റെ കീഴിൽ നമുക്ക് അഭയം കണ്ടെത്താം. ആ കുരിശിനെ നമുക്ക് ആശ്ലേഷിക്കാം, ആ കുരിശിനെ നമുക്ക് വഹിക്കാം, ആ കുരിശിനെ നമുക്ക് സ്വന്തമാക്കാം, ആ കുരിശിനെ കെട്ടിപ്പിടിച്ച് ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അതിന് കുരിശുകളെ സന്തോഷത്തോടെ സ്വീകരിച്ച് ദൈവമേ നിനക്ക് സ്തുതി, ദൈവമേ നിനക്ക് സ്തോത്രം എന്ന് പറയുവാനുള്ള ഭാഗ്യം, ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് ഇവിടെയാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നല്ല വെള്ളിയാഴ്ചയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ എല്ലാവർക്കും പ്രാർത്ഥനാപൂർവ്വം നേരുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഉയർപ്പിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം നമ്മളെ അനുവദിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.